ഹലോ ചേട്ടാ, ഈ പാട്ടെടുത്തോടെ കേട്ടതാ. ഇത് പിന്നെയും വരുന്നു, ഒന്ന് നിർത്തൂ. ചേട്ടാ, ഞാൻ മലയാളത്തിലാ പറഞ്ഞത്. ഇനി മേലിൽ ഇതും പറഞ്ഞ് എന്റെ പുറകെ വരരുത് പ്ലീസ് ചേട്ടാ. അയ്യേ, ഇങ്ങനെയാണോ ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യണത്? എന്റെ പൊന്ന് രമേശ് ചേട്ടാ, കളറില്ല, പൊക്കമില്ല, ഭംഗിയില്ല, ഇങ്ങനെയൊക്കെ പറയണത് തന്നെ എന്ത് ബോറാണ്. മാത്രല്ല ഇങ്ങനെ കിടന്ന് കെഞ്ചോ ആരെങ്കിലും. ഞാൻ ഒരു സെന്റിമെന്റൽ പരിപാടി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും നോക്കിയാണ്, വർക്കൗട്ട് ആയില്ലേ. ചേട്ടനിപ്പ ചെല്ല്, വേറെ പണിയുണ്ടോ നോക്ക്. എനിക്ക് ക്ലാസ് ഉണ്ട്, ഞാൻ പോണ്. സപ്പോർട്ട് ചെയ്ത് നടക്കും. നടക്കുന്ന തോന്നില്ല, നോക്കാം. എടാ, അമല് പറഞ്ഞ കാര്യം എന്താ? എന്താ പ്ലാൻ? എന്താ? എന്ത് പ്ലാൻ? നമ്മുടെ കാശ് അമലെടുക്കും, നമുക്ക് പോട്ടാ. ഞാനൊന്നുമില്ല. എന്തായി? കഴിഞ്ഞ പഴയത് 3 നേരം ആകെ അലമ്പായി കിടക്കാം. ഒരലമ്പൂല, അവിടെയൊക്കെ ശരിയായതാണ്. അല്ലെങ്കിലും എല്ലായിടത്തും കാണും, എവിടെയെങ്കിലും പോണ കാര്യം പറയുമ്പോൾ നെറ്റി പഠിക്കുന്ന പിന്നെ തന്നെ പെണ്ണും പിള്ള വിടൂലല്ലോ, അതല്ലേ? ധൈര്യമുണ്ട്, നീ ഒന്ന് പെണ്ണു. എടാ പൂളെ, നിന്റെ അടുത്ത് മാത്രമല്ല ഞങ്ങളുടെ അടുത്തും കൂടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് തന്നെ വന്നേക്കണത് കേട്ടാ. ചോദ്യം സാധനം തികയോ? എനിക്കറിഞ്ഞൂടെ ഒരു പ്ലാൻ ഉണ്ട്. എടാ, നമ്മുടെ ടോണിനെ കണ്ട നിങ്ങ? ഇവനൊടുക്കത്ത തടിയായിരുന്നു നേരത്തെ, അതിലും തടിയായിരുന്നു നമ്മുടെ ഈ രമയ്ക്ക്. എന്തുള്ളതല്ലേ, സ്കൂളിൽ പഠിക്കുമ്പോഴല്ല എല്ലാ പെൺപിള്ളേരത്തും ആ തടി വെച്ചിട്ട് പോയി പറയണ് എനിക്ക് ഇഷ്ടമാണ്. ഏത് പെൺപിള്ളേര്? നീ വെറുതെ ഇല്ലാതെ കഥ ചോദിച്ചോ? അല്ലടാ വിജയ്, ആടാ ഇല്ലല്ലോ. ഇവനിങ്ങനെ പറയുള്ളൂ, കാരണം ഇവന് തിരിച്ചു നീ വെറുതെ കഥ പറയാൻ നിൽക്കില്ല. പെൺപിള്ളേർ എന്റെ അടുത്ത് നോ പറഞ്ഞിട്ടില്ല. ഇതാരാണ് സംസാരിക്കണത്? ഈ വയറം വെച്ചിട്ടാണ് എന്റെ അടുത്ത് കഥ പറയാൻ നിൽക്കുന്നത്. പോടാടുന്നത് നിന്റെ വയറ് വെച്ചിട്ട് എന്റെ തുലിക്കട പന്നി. പോടാ, ഇനി അവനെ ഊറ്റി തിന്നടാ നീ. മോനെ വന്നട്ടാ, സാധനം വന്നട്ടാ. എനിക്കായി കാത്തിരിക്കുന്ന പാൽജന്മങ്ങളെ എനിക്ക് വയ്യാലോ. കൊറേ നേരം എന്റെ ഷോ. എടാ, നിന്നെ അമ്മ ശരിക്കും കടുകുറ്റെടുത്താണ്. പോടാ നീ എന്നോട് ഞാൻ പറഞ്ഞു നീയാണാ നിന്റെ ലവ് മേടിച്ചിട്ടോ മതിയല്ലോ. ഓസി അടിച്ചല്ല, ഇവൻ കൊണ്ടുവന്ന ബിയറാണ് അറിയോ? എനിക്ക് കൊണ്ടുവന്ന ആണ് സാറിന്നല്ല അടിച്ചത്. രാമലെ, ഞാൻ പോണേണ്. നിനക്ക് എന്റെ കൂടെ കമന്റ് അടിക്കാൻ വീട്ടിലേക്ക് വാ. ഉമ്മാരോട് കമന്റ് അടിക്കാൻ ഞാനില്ല. നീ വഴക്കിട്ടോണേന് ഞാൻ എന്തിനാണ് വന്നത്? പോരാത്തിന് ഞാനും മദ്യം തമ്മിലൊരു പ്രശ്നമില്ലല്ലോ. നീ കൈ എടുത്തേ, പോടാ. ഫസ്റ്റ് വെക്കും അണ്ണാക്കിനെ കുറിച്ച് കൊടുക്കും. നിനക്ക് അഭിമാനോടെ വലുത് ഐഡിയ വർക്കൗട്ട്. സാരമില്ലടാ, നീ ഇവിടെ കുഴപ്പമില്ല. എന്റെ പൊന്നോ, ഈ ഫ്ലാറ്റൊക്കെ പെയിന്റ് അടിക്കാൻ പേടിയാണ്. അതെന്താടാ? ഇതൊക്കെ അടിച്ച് താഴ്ത്തെത്തുമ്പോണ്ടല്ല അടിന്ന് പൊളിച്ചു തുടങ്ങും. രാസുമേ, ഇന്നെങ്കിലും ശുഭിച്ചേണ്ടന് പറ്റുകാശ് മേടിച്ച് തന്നോട്ടാ. എടാ, അയാൾക്ക് ടൈറ്റ് ആണെന്നാ പറയണത്. ഉള്ള ചെക്ക് മാറണോന്നൊക്കെ. എന്ത് ഇയാളൊക്കെ എന്താണ് ഇങ്ങനെ? വെറുതെ അല്ലല്ല, പണിയെടുത്ത കാശല്ല നമ്മ ചോദിക്കണത്. ഇങ്ങനെയൊന്നുമല്ലടാ, പുള്ളിത്താരിയോടാ. വെറുതെ അല്ല പിള്ളേരൊക്കെ പണിയെടുത്തി പോണത്. അല്ലടാ സുമേ, നീ ആ ശ്രീകുട്ടിയുടെ പുറകിടക്കണ കാര്യം എന്തായി? വല്ല നടക്കോ? ഒന്ന് പതുക്കെ പറ. എൽദോ ചേട്ടൻ അങ്ങനെ കേട്ടെ ഞാൻ പാട്ടുണ്ടാക്കും. ആകെ നിനക്ക് മാത്രം അറിയാൻ പാടില്ല. അതിലിപ്പോ ഞാൻ അറിയട്ടെ എന്താണ് കാര്യം? നീ അവളോട് പോയി പറടാ. പറയണമെന്നൊക്കെ ഉണ്ട്. അവളുടെ അടുത്തേക്ക് എത്താൻ നേരത്ത് കാല് പെട്ടെന്ന് വിറക്കും. പേടിയാണ് നിനക്ക്? അവളോട് പറയാൻ എനിക്ക് പേടിയാണ്. പേടിയല്ലേ? നീ എവിടെ തൂങ്ങി കിടന്നാണ് പേടിയുടെ കാര്യം പറയാൻ നോക്കിയേ? കഴുതേനെ പോലെ പണിയെടുക്ക്, അതാ നല്ലത്. പോയടാ. നിന്റെ വീട്ടിൽ എത്ര കഴുതുണ്ട്? ആളകത്തുണ്ട്.
ആ സുമേഷ് ഏട്ടാ രമേശ് ചേട്ടന്റെ ഇടിയും കൊണ്ട് ഹനുമാമോദേട്ട് നടപ്പുണ്ട് വാ കാണിച്ചു തരാം. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. പറടാ എന്താ പറ്റിയെന്ന്. എടാ ഒരു കുഴപ്പമില്ലെന്ന് പോയി തന്നെ. ഇനി ഞാൻ എന്തിനാ ചോദിക്കണത്, നിനക്കെന്തെങ്കിലും പറ്റിയാന്ന്? ഭ്രാന്തൻ. ഇത് പോടാ. പോടാന്ന്. ഇടിയും കൊണ്ട് പറഞ്ഞേക്കണം. എനിക്കൊന്നും വേണ്ട, ഇവിടെ പോയാ എന്താണ് രമേ? നീ ഇതെടുത്ത് തിരുപ്പിക്കൊണ്ടിരിക്കണം. എനിക്ക് പോടാ. എന്താടാ നമുക്ക് പറ്റിയത്? ആ കൊമ്പനമുറിയിലെ പിള്ളേരില്ലേ ചിത്തോക്ക അവന്മാര് പിടിച്ചിട്ട് ചാടാ. ജിത്തു ഇങ്ങനെ മതിയാ, ഇങ്ങനെ മതിയാ. എന്തായാലും നീ അപ്പുറത്ത് ഞങ്ങളുടെ മത്തിന് കൈ പറ്റണ്ടല്ലോ, തലവല്ലി പൊളിക്കും കേട്ടോ കേട്ടോ.